നമ്മളൊരു ഫ്ലാറ്റോ വില്ലയോ ഒരു ബിൽഡറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സെയിൽ കം കൺസ്ട്രക്ഷൻ എഗ്രിമെൻ്റ് വഴിയാണ് ഇത് വാങ്ങിക്കാനുള്ള ഒരു ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണകൾ ആളുകളെ കൊണ്ട് വായിപ്പിച്ച് നോക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ റെറ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോജക്ട്സിനെല്ലാം കേരള ഒരു ഫോമാറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഫോമാറ്റിൽ തന്നെയാണ് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ബിൽഡർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഇല്ല. ഈ എഗ്രിമെന്റിൽ ക്ലയന്റ് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ എഗ്രിമെന്റ് നമ്മൾ അങ്ങോട്ട് രണ്ട് കൂട്ടരും സൈൻ ചെയ്താൽ മാത്രം പോരാ. അതായത് ബിൽഡറും വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും സൈൻ ചെയ്താൽ മാത്രം പോരാ, ഇത് രജിസ്റ്റർ ചെയ്യണം. ഇത് രജിസ്റ്റർ കൂടി ചെയ്യുമ്പോഴാണ് ഇതിന് വാല്യൂ വരിക. യഥാർത്ഥത്തിൽ ഈ എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ശേഷമാണ് നമുക്ക് ബിൽഡർക്ക് 10% മേളിലേക്കുള്ള ഏത് എമൗണ്ടും കൊടുക്കേണ്ടത്. രജിസ്റ്റർ ചെയ്യാത്തൊരു എഗ്രിമെന്റിന്റെ പുറത്ത് നമ്മൾ 10% വരെ മാക്സിമം പേ ചെയ്യേണ്ടതേ ഉള്ളൂ. അതായത് ഒക്യുപ്പൻസി കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്, കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 10% കഴിച്ച് മേളിലേക്കുള്ള എന്ത് എമൗണ്ട് കൊടുക്കണമെങ്കിലും നമ്മൾ ഈ റെറയുടെ ഫോർമാറ്റിലുള്ള എഗ്രിമെന്റ് വെക്കുകയും ഈ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് നമ്മൾ നടത്തേണ്ടത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒക്യുപ്പൻസി കിട്ടിയതിന് ശേഷം നമ്മൾ വയ്ക്കുന്നതിൽ, അതായത് ഒക്യുപ്പൻസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബിൽഡിംഗ് നമ്പർ ഒക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റേജാണ്. അവിടെ പിന്നെ നമുക്ക് റെറ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് അവിടെ പ്രസക്തിയില്ല. ആ അവസ്ഥയിൽ നമ്മൾ അവിടെ വെക്കേണ്ടത് ഒരു സെയിൽ എഗ്രിമെന്റ് ആണ്. അപ്പോൾ ആ സെയിൽ എഗ്രിമെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നമ്മുടെ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് വായിപ്പിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ വായിച്ചു നോക്കുകയും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും അതിൽ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് പേയ്മെന്റ് ഷെഡ്യൂൾ, ഇതിന്റെ മറ്റ് ചാർജുകൾ എന്തെങ്കിലും കൃത്യമായി മെൻഷൻ ചെയ്യാതെ പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഈ പറഞ്ഞ സെയിൽ എഗ്രിമെന്റ് ആണ് എൻ്റർ ചെയ്യുക. സെയിൽ കം കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് റെറയുടെ ഫോർമാറ്റിൽ വെക്കുമ്പോഴത്തേക്ക് അത് ആ ഫോർമാറ്റ് അത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മതിയാവുന്നതാണ്.